ഇതാണ് നമ്മുടെ അലിഗേറ്റർ വെച്ചേക്കണേ. ഇതെന്താന്ന് സാധനം. അപ്പൊ നമുക്ക് വായന്റെ ഇവിടെ വെച്ചിട്ട് നിറച്ചിട്ട് ആളൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കണം. ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അലിഗേറ്ററിന് ഇപ്പം ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് വർക്കൊന്നുമില്ല, ഫ്രീ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ അലിഗേറ്ററിൻ്റെ പോണ്ടിൻ്റെ അവസ്ഥ ഒന്ന് കാട്ടി കൊടുക്കാം. അവസ്ഥ കണ്ടില്ലേ, ആൽഗൊക്കെ കയറിയിട്ട് ഫുള്ള് കണ്ടീഷൻ പറയാൻ പറ്റും മോശമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ അലിഗേറ്റർ എത്ര സൈസായി എനിക്ക് അതിലായിരുന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 3 or 2 വീക്ക് എങ്ങാണ്ടായി വെള്ളം ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കണം അലിഗേറ്ററിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അലിഗേറ്ററിൻ്റെ സൈസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഗപ്പിഫിൻ്റെ ഒക്കെ എല്ലാം മാറ്റാണ്ടോ. അപ്പോൾ ഇന്ന് ഇതൊരു ബ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എല്ലാവരും. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കിടക്കുന്നത് എന്തിനാണെന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നുണ്ടാവും. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മീൻ അറ്റാക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങിയത്. ഞാനൊന്ന് ഫുള്ള് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അടിയിൽ ചെറിയതിലേക്ക് ഞാൻ ഉച്ചക്ക് പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോകാനും. പിന്നെ ഈ ഓട് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർ ഷീറ്റിൻ്റെ സൈഡിൽ ചെന്നിട്ട് ഇങ്ങനെ തട്ടും. അവിടെ ചെന്ന് ഫീഡ് എടുക്കുന്ന ടൈമിൽ സൈഡിൽ ഫീഡ് അങ്ങാണ്ട് എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഷീറ്റാണല്ലോ, അപ്പോൾ അതിൻ്റെ പല്ല് തട്ടി കഴിഞ്ഞാൽ അവൻ സീനാവും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൺസ്റ്റർ ഫിഷിനെ വളർത്താൻ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്താ, സൈസ് വെക്കുന്നില്ല എന്ന് പറയുന്നത്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറയുന്നത് ഗപ്പിൻ്റെ സൈസ് ക്വാളിറ്റി എങ്ങനെ കൂട്ടാന്നുള്ളിൽ പറയുന്നത്. നമ്മൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മളിത് പിന്നെ വാങ്ങിയിട്ട് ഏകദേശം 1 feet എങ്ങാണ്ടുള്ളായിരുന്നു. ഇപ്പോൾ എത്ര എന്നറിയില്ല, നമുക്ക് ടാപ്പ് എടുത്ത് അവിടെ നോക്കി ജസ്റ്റ് കഴിഞ്ഞാൽ ഉണ്ട് ഉള്ളത്. പിന്നെ ചെറിയ പോണ്ടിലിട്ട് കഴിഞ്ഞാൽ സൈസ് ഗ്രോത്ത് വെക്കൂല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ മോട്ടർ ഫിഷ് തീരും വെക്കില്ല. അതുകൊണ്ട് മാക്സിമം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അതിനെ എന്താ വാങ്ങാൻ എന്തിനു ശ്രമിക്കാം. ഇപ്പോൾ ഒരു 6 inch 8 inch അലിഗേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ 4 inch സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ അലിഗേറ്ററിന് അങ്ങനെ വാങ്ങുന്നതിന് ചെറിയൊരു സ്പേസ് മതി. പക്ഷേ പോയ മോശം ഫിഷാണ്, നല്ല ഗ്രോത്തിങ് ഉണ്ടാവും. ഹൈ ഗ്രോത്തിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ളൊരു പോണ്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 1 feet എബോ വന്നു കഴിഞ്ഞാൽ കൂടെ ഇതുപോലുള്ളൊരു പോണ്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കും. പിന്നെ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വെക്കുന്ന ഫിഷാണെങ്കിൽ അലിഗേറ്റർ അലോപ്പൈമാണ് ടോട്ടലി. ഞാൻ അലിഗേറ്റർ അലോപ്പൈമാണ് ഇത് ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. ആൾക്ക് ഇതിനൊക്കെ ഇത് പിന്നെ പൈസ കൂടുകയാണ്, അതിനനുസരിച്ച് ഫുഡും വേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഡേ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ലിവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തിന് 2 നേരത്തിനുള്ള ഫുഡാണ് ഈ ഫിഷിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു കുറച്ചൊക്കെ ലെവൽ കഴിയാനും ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്യാരി ചെയ്യാറ് നല്ല ക്ലീൻ ആക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വാട്ടർ കണ്ടീഷൻ മാക്സിമം കീപ്പ് ചെയ്തിട്ട്. പിന്നെ മഴ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നത്. ഇവിടെ നല്ല രീതിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഫിഷ് ഇവിടെ കൊടുക്കുന്നുണ്ട്. വെള്ളം ഏകദേശം ഒക്കെ വെക്കാനായി. ഇതിൽ മാക്സിമം ഫുള്ള് കിട്ടൂല, കുറെ നമ്മൾ മുക്കി കളഞ്ഞ വേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ. ഇതാണ് നമ്മുടെ അലിഗേറ്റർ കണ്ടോ. ഇപ്പോൾ ഏകദേശം ഒരു പുറം സീസൺ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ. വെള്ളം ഇങ്ങനെ വറ്റാണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി നോക്ക്. ഒരു വെള്ളം മൊത്തം തീർത്തിട്ട് പെട്ടെന്ന് വെള്ളം നിറക്കാം. മക്കള് ഇതാണ്ട് നമ്മുടെ അലിഗേറ്റർ. ചെറിയൊരു പേടിയുണ്ട്, ഞാൻ വല്ലാതെ പിടിക്കല്ലോ ഇവനെ. നല്ല സൈസ് എത്തിയിട്ടുണ്ടോ, നല്ല രീതിക്ക് ഗ്രോത്ത് വെച്ചേക്കണേ. കയ്യില് കുറച്ച് വല്ലല്ല അതിൻ്റെ ഇതാ അവിടെ കറക്റ്റ് കണ്ടോളൂ. എടുക്കുന്നില്ല, ഇത് കാണിച്ചുതരാം കണ്ടോ. എന്തോ സൈസില്ലേ, അത് നല്ല രീതിയിൽ തന്നെ മാറ്റം വെച്ചിരുന്നു. നല്ല ഹെവി വണ്ണൊക്കെ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് ആളെ. പിന്നെ ഫീഡ് കൊടുക്കണം. അല്ലോ പല്ലിന് മുമ്പ് വരെ ആക്കണേ കാരണം വെച്ചോ. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഒരു വട്ടത്തെ കഴിയുമ്പോൾ വന്നിരുന്നു. പക്ഷെ കടി കിട്ടിയാൽ ചെറുതായിട്ട് കടി കിട്ടിയിരുന്നു കൊടുന്ന ടൈമില്. ഇപ്പൊ നല്ല അക്ഷരത്തിൽ കിട്ടും. ഏതായാലും നമുക്കിത് മുക്കി കളയണം. കുറച്ച് വെള്ളം നല്ല രീതിക്ക് വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം അടിയിൽ കളയൽ നിർബന്ധമാണ്. കയ്യിൽ ചെറുങ്ങനെ ഒന്ന് മുള്ള് കയറിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ആയിട്ടൊന്ന് കട്ടായിട്ടുണ്ട്, എന്താ അറിയില്ല. മുള്ള പല്ലാന്ന് അപ്പൊ കാണാം. അപ്പോൾ വേണ്ട അലിഗേറ്ററിന്റെ അളവ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് വായന്റെ ഇവിടെ വെച്ചിട്ട് വീഡിയോ മക്കളെ വായന്റെ അടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കടിച്ചു കഴിഞ്ഞാൽ പണിയാവും. റൗണ്ട് ഇപ്പൊ ഒരു കറക്റ്റ് 1 feet 9 inch. ഇതാണ് കറക്റ്റ്.
ഇപ്പൊ 2 ഫീറ്റ് ആവഞ്ഞു പറഞ്ഞാൽ എത്ര ഇഞ്ച് വന്നാൽ മതി അറിയാം. 12 ഇഞ്ചസ് ആണ് ഒരു 1 ഫീറ്റ് എന്ന് പറയുന്നത്. 2 ഇഞ്ചും കൂടി കയറി കഴിഞ്ഞാൽ ഉണ്ടല്ല, മൂന്ന് ഇഞ്ചസും കൂടി കയറി കഴിഞ്ഞാൽ അത് 9 പോയിന്റ് സംതിങ് ഇത്ര ഉണ്ട്. അത് നമുക്കൊരു 3 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 3 ഇഞ്ച് കൂട്ടി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ 2 ഫീറ്റ് ആയി ആള്. അതിനനുസരിച്ചുള്ള ഗ്രോത്തും ആളിൽ കാണാനുണ്ട് കേട്ടോ. വെള്ളപ്പോൾ കമ്മിയാണ്. ഇപ്പൊ എത്ര വെള്ളത്തിലും കിടന്നോട്ടെ, എന്തായാലും ഈ ഒരു വെള്ളത്തിലും ആണോ വേസ്റ്റ് ഉണ്ട് നല്ലതായിരിക്കും. മാക്സിമം ഒന്നുകൂടി കളയാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് വെള്ളം നിറച്ചിട്ട് ആളൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കണം. ഇതെന്താന്ന് സാധനം നിലൊന്ന് കമന്റ് ചെയ്യട്ടത്. നമ്മൾ അലിഗേറ്ററിന്റെ കുളത്തുനിന്ന് കിട്ടിയാണ്. ഒന്നിനെ നമ്മൾ കാണുന്നു തോന്നുന്നു. ഒന്നിനെ ഇപ്പം കണ്ടതിനെ എടുത്തിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. പാരസൈറ്റ് വല്ലതാണോ അല്ലേ? പക്ഷെ മേത്തുണ്ടോന്ന് അറിയില്ല. നോക്കാം ഏതായാലും. അപ്പോൾ മക്കളെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളത്തേക്ക് വെള്ളം ഇറക്കാണ്ടോ ആ കാണുന്ന നമ്മുടെ ഗപ്പിൻ്റെ ഷെഡാണ്. അതിന് കൊടുത്തൊരു പില്ലറാണ്ടോ ആ കാണുന്നത്. അപ്പോൾ കിണറിൽ നിന്ന് വെള്ളം അടിക്കാൻ ടൈമിൽ പൈപ്പ് അങ്ങോട്ട് ഫുൾ എത്തൂല. അപ്പോൾ ഞാൻ ചെയ്തൊരു വഴിയാണ്, ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളത്തേക്ക് കറക്റ്റായിട്ട് വെള്ളം ചാടും. പിന്നെ അവിടെ ചെറുങ്ങനെ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുങ്ങനല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ലീക്ക് ഉണ്ട്. അപ്പോൾ ഫാമിലി മൊത്തം വന്നിങ്ങനെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ കാണാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. താൻ ഇങ്ങനെ വന്നുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടുണ്ടോ. പിന്നെ നമ്മുടെ പൂച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് പോയൊക്കെയാണ്. ആൾക്ക് എന്നെ പറ്റൂല, എന്നാലും ക്യാമറ കാണുമ്പോൾ ചെറിയ രീതിക്കൊക്കെ മഞ്ഞാളിത്തരങ്ങൾ കാട്ടുന്നതാണ്. കണ്ടോ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെല്ലൊന്ന് നക്കി തുടച്ച് ക്ലീനാക്കി എടുക്കുന്ന ആളപ്പോഴാണ് ഞാൻ കയറി ചെന്നത്. ഞാൻ മൈക്ക കിട്ടുമ്പോൾ കണ്ടിട്ടോ, മൈക്ക കിട്ടിയപ്പോൾ എന്താ അറിയില്ല, എന്തോ ഉണ്ട്, എന്താ ഇത് വേറെന്തോ സാധനമാണ് എഴുതിയിട്ട് കാണിച്ചാണ്. കണ്ടോ കിട്ടി, എനിക്ക് ശരിക്കും കിട്ടി. മൈക്ക് അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ മൈക്ക് എടുക്കാൻ വേണ്ടി കൈയിട്ട് കഴിഞ്ഞപ്പോൾ കിട്ടും. കണ്ടോ കൈ വെക്കുന്നുണ്ടില്ലേ. അതാണ് അവസ്ഥ. ഇന്ന പൂച്ചക്ക് തീരെ പറ്റുന്നില്ല. ഒരു വീഡിയോ എന്ന് പറയാൻ അത്രേ ഉള്ളൂ. നമ്മൾ അലിഗേറ്ററിനെ വെള്ളം ഇപ്പോൾ ഏകദേശം ഫില്ലായിട്ട് കേട്ടോ. അപ്പം ഇനി ഗപ്പിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വൈകാതെ വീഡിയോ ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു ടയേർഡായി, ഈവനിങ് അയക്കണ ടൈം. രാവിലെ മാറ്റി തുടങ്ങിയെന്നല്ല, തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ. എന്തായാലും പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നല്ലൊരു ചെറിയൊരു സമ്മാനമൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ചെറിയ രീതിക്കൊക്കെ മുറിയിട്ടുണ്ട്. വിഷയമല്ല, മീനല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.